എൻ്റെ പേര് ജോണി, കരാഞ്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 4-5 വർഷമായിട്ട് മാസത്തിൽ ഈ വായ്പുണ്ണ് വരും. അത് വന്നാൽ ഒരാഴ്ച നീണ്ടു നിൽക്കും. കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസത്തിൽ ഇവിടെ നടന്ന ധ്യാനത്തിന് ഞാൻ വന്നു. വൺ ഡേ കൺവെൻഷൻ അല്ലല്ല, താമസിച്ചുള്ള ധ്യാനം. ഞാൻ വന്നു. വരുന്ന സമയത്ത് എനിക്ക് വായ്പുണ്ണ് ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരുമ്പോൾ പേടിയായി. സ്തുതിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആരായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കയറി വന്നത്. ഇവിടെ വന്ന ആദ്യത്തെ ഞായറാഴ്ചത്തെ രാത്രിയിലത്തെ ആരാധന കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചില മാറ്റങ്ങൾ കണ്ടു. ഒരു വ്യത്യാസം പോലെ തോന്നി. 1-2 കഴിഞ്ഞു. ബുധനാഴ്ച മുതൽ ഞാൻ ഫ്രീ ആയി. ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല. അസുഖം മാറി. ഇതുവരെ പിന്നെ വന്നിട്ടുണ്ടോ? പിന്നെ അതിനുശേഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇതുവരെ എനിക്ക് ആ സുഖം വന്നിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. എത്രയോ പഴക്കമുള്ള രോഗങ്ങളാ വായ്പുണ്ണൊക്കെ മാറിപ്പോകുന്നേ കണ്ടോ. പിന്നെ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു തഴക്ക് ദോഷം ഉണ്ടായിരുന്നു. 45 വർഷത്തോളമായി ഞാൻ അതിൻ്റെ അടിമയായിരുന്നു. ഈ മൂക്കുപൊടി വലി. നേരം വെളുത്താൽ രാത്രി കിടക്കണം, വരാതെ എൻ്റെ കയ്യിൽ ഉണ്ടാവണം. പല ധ്യാന കേന്ദ്രത്തിലും ഞാൻ പോകാറുണ്ട്. അപ്പോഴൊക്കെ ഇത് പോക്കറ്റിൽ വെച്ച് ഒളിപ്പിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാൻ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുന്ന് പോയതിന് ശേഷം ഇതുവരെ എനിക്ക് അത് വലിക്കേണ്ടി വന്നിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ കേട്ടോ. അത് കയ്യിൽ പിടിച്ചിട്ടാണോ വന്നത്? അല്ല, ഇവിടേക്ക് വരുമ്പോൾ ഞാൻ അത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടേക്ക് വന്നപ്പോൾ അത് കൊണ്ടുവന്നില്ല. പക്ഷെ അതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രവണത, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല. ആ ടെൻഡൻസി ഇല്ല. പിന്നെ എൻ്റെ പുരയിടത്തിൽ പാമ്പിന്റെ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ വെഞ്ചരിച്ച് കല്ലുപ്പ് ഞാൻ കൊണ്ടുപോയിരുന്നു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ കല്ലുപ്പ് വീടിൻ്റെ 4 പാട് ഞാൻ വിതറി. ഇപ്പോൾ അത് വലിയ കാര്യമായിട്ട് കാണാനില്ല. അനുഗ്രഹങ്ങൾ കിട്ടി. നല്ലൊരു കൈയടി കൊടുത്ത വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. 45-46 വർഷമായിട്ടുള്ള ഈ മൂക്കുപൊടി ഇങ്ങനെ വലിക്കുന്ന പീഡയൊക്കെയാണ് വിട്ടുപോയത് കേട്ടോ.